ഹലോ, ഞാൻ ഇന്നില്ലേ ഒരു റെഡിമെയ്ഡ് കുർത്തിയുടെ ഓൾട്രേഷനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ റെഡിമെയ്ഡ് കുർത്തിക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നെക്ക് നന്നായിട്ട് കയറിയിട്ടുണ്ടാവും. ഇത് നോക്കിക്കേ, ഇത് ബാക്ക് നെക്കാണ്, ഇത് ഫ്രണ്ട് നെക്ക്. ഇത് നല്ല ഹൈറ്റിൽ അതിൻ്റെ ലെങ്ത്ത് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ കസ്റ്റമർ എനിക്ക് സ്ലിറ്റ് അഴിച്ചുകൊണ്ട് വന്ന് തന്നത് കാരണം എനിക്കത് ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു ഇത്രയും ലെങ്ത്ത് ഉള്ള കുർത്തിക്ക് ഈ അറ്റത്താണ് കൊണ്ടുവന്ന് സ്ലിറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓൾട്ടർ ചെയ്യണം. പിന്നെ ഇതിൻ്റെ റെഡിമെയ്ഡ് കുർത്തി വാങ്ങിച്ചാൽ നമുക്ക് പിന്നെ ഓൾട്രേഷന് കൊണ്ടു നടക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് നമുക്ക് ഓൾട്രേഷന് പ്രശ്നമില്ല, കാരണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓൾട്ടർ ചെയ്തൊക്കെ കിട്ടുന്നത്. പക്ഷേ റെഡിമെയ്ഡ് കുർത്തിക്ക് നമ്മൾ സെപ്പറേറ്റ് ഓൾട്ടർ ചെയ്യണം. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ്സ് കണക്കാക്കുന്നത് നോക്കാം. ഫസ്റ്റ് കുർത്തി ഇങ്ങനെ വിരിച്ചിടുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഓക്കെ, എൻ്റെ കസ്റ്റമർക്ക് അവർക്ക് സാധാരണ ചുരിദാർ തയ്ക്കുമ്പോൾ വേണ്ട ലെങ്ത്ത് 39 39 ആണ് കേട്ടോ. ലെങ്ത്ത് ഒക്കെ കറക്റ്റാണ്. ഇനി കൊടുക്കേണ്ടത് ഷോൾഡറിൻ്റെ അളവാണ്. ഷോൾഡർ സാധാരണ 4 ഇഞ്ചാണ്, ഇതിപ്പോൾ 4 കാലുണ്ട്. അപ്പോൾ അതൊരു 4 ഇഞ്ച് കയറ്റി അടിച്ച് കൊടുക്കുക. പിന്നെ വരുന്നത് ചെസ്റ്റ് അളവാണ്. ചെസ്റ്റ് അളവ് 37 ആയതുകൊണ്ട് 10.5 ചെസ്റ്റ് അളവ് വരുന്നത്. പിന്നെ വരുന്നത് ഹിപ്പ് ഷേപ്പ് റൗണ്ടാണ്. ഷേപ്പ് റൗണ്ട് നമ്മൾ 14.5 കൊടുത്തിട്ട് പിന്നെ വരുന്നത് സ്ലിറ്റ് ലെങ്ത്താണ്, അത് 19.5 കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് മെഷർമെൻ്റൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ അതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് ടക്ക് ഇട്ട് കൊടുക്കണം. ബാക്ക് ടക്ക് ബോഡിക്ക് ഷേപ്പ് കൊടുക്കുന്നതാണ്. അപ്പോൾ ലെങ്ത്ത് 10.5 കൊടുത്തിട്ട് പിന്നെ 8 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് പിന്നെ അതിൻ്റെ ഒരു സെൻറ്ററിൽ 4 ഇഞ്ച് പിടിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്ലോത്തിൽ നിന്നുള്ള ലെങ്ത്തും നോക്കണം. ഒരു 4.5 ഇഞ്ച് വെടുത്തിട്ടിട്ടാണ് നമ്മൾ ഈ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഇപ്പുറം വശം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ആദ്യം ആം ഹോളാണ് കേട്ടോ അടിക്കുന്നത്. ഈ ഒരു മാർക്കിങ് അടിച്ചേക്കാം.